ഹലോ മക്കളെ, എല്ലാവരും ഇതാ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് വേണ്ടി ഏറ്റവും ഗംഭീരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് വീക്ക് നിങ്ങൾക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് 95% മേലെ മാർക്ക് വളരെ ഗംഭീരമായിട്ട് നേടാൻ വേണ്ടി സാധിക്കുക. ഏറ്റവും ഗംഭീരമായ പ്ലാനർ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് ആ കാണുന്ന വീഡിയോയിൽ ഞാൻ നൽകിയിരുന്നത്. സോ എല്ലാ മക്കളും ആ കാണുന്ന പോലെ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ആ കാണുന്ന വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് വിദ്യാർത്ഥികൾ മെസ്സേജ് ചോദിച്ചിരുന്നു, ഇത്തവണ CBSE ബോർഡ് എക്സാം 2 എണ്ണമുണ്ടോ, 2 ബോർഡ് എക്സാം ആയിട്ടാണ് ഇത്തവണ CBSE നടത്താൻ വേണ്ടി പോകുന്നത്. അതൊരു വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾ എല്ലാവരെയും ഏറ്റവും അധികം കൺഫ്യൂസിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് 2 ബോർഡ് എക്സാം ഉണ്ടോ എന്ന്. എല്ലാ മക്കളും CBSE ഈ നിമിഷം പറഞ്ഞ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നിലവിൽ CBSE പറഞ്ഞിരിക്കുന്നത് 2 ബോർഡ് എക്സാം ഉണ്ട്. നമ്മളും അങ്ങനെ തന്നെ വേണം കരുതാനായിട്ട്. 2 ബോർഡ് എക്സാം ഉണ്ട് എന്ന് തന്നെ കരുതി മുന്നോട്ട് പോവുക. ആദ്യ ബോർഡ് എക്സാം നടക്കാൻ വേണ്ടി പോകുന്ന മാസം എന്ന് പറയുന്നത് ഫെബ്രുവരി മാസമാണ്. ആൻഡ് ദെൻ രണ്ടാമത്തെ ബോർഡ് എക്സാം നടക്കാൻ വേണ്ടി പോകുന്ന മാസം മെയ് മാസവും. ഫെബ്രുവരി മാസം ആരംഭിക്കാൻ വേണ്ടി പോകുന്ന ഫസ്റ്റ് ബോർഡ് എക്സാമിനകത്തും നമുക്ക് മുഴുവൻ പാഠം പഠിക്കാനുണ്ട്. ആൻഡ് മെയ് മാസമുള്ള സെക്കൻഡ് ബോർഡ് എക്സാമിനകത്തും മുഴുവൻ പാഠം പഠിക്കാൻ വേണ്ടിയുണ്ട്. അതായത് ചാപ്റ്ററിലൊന്നും യാതൊരു മാറ്റവുമില്ല. കംപ്ലീറ്റ് സിലബസ് പഠിച്ചു വേണം നിങ്ങൾ 2 ബോർഡ് എക്സാം എഴുതാൻ വേണ്ടി. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് 2 ബോർഡ് എക്സാം എന്ന്? മക്കളെ, നമുക്ക് എങ്ങാനും ആദ്യ ബോർഡ് എക്സാമിനകത്ത് അല്പം മാർക്ക് കുറവുണ്ടെങ്കിൽ ആ കാണുന്ന മാർക്ക് ഒന്ന് ഉയർത്താൻ വേണ്ടി മാത്രമാണ് സെക്കൻഡ് ബോർഡ് എക്സാമിനേഷൻ CBSE നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. ബെസ്റ്റ് ഓഫ് 2 2 ബോർഡ് എക്സാമിനകത്ത് നിങ്ങൾക്ക് ഏത് ബോർഡ് എക്സാമിനാണോ ഉയർന്ന മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുക, ആ കാണുന്ന മാർക്കായിരിക്കും CBSE കൺസിഡർ ചെയ്യുക. ഇങ്ങനെ 2 ബോർഡ് എക്സാം നടത്തുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ആ കാണുന്ന ഇഷ്യൂ ആണ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. വെറും തന്നെയല്ല, മുൻ വർഷങ്ങളിൽ നമുക്ക് ഒരു വിഷയം കഴിഞ്ഞ് അടുത്ത വിഷയത്തിലേക്കുള്ള ടൈം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 5-6 ദിവസമാണ്. പക്ഷേ ഈ അക്കാദമിക് അത്തരത്തിൽ ഉണ്ടാവുകയില്ല. നമുക്ക് ഇന്ന് മാത്തമാറ്റിക്സ് ആണെങ്കിൽ ആഫ്റ്റർ 2 ഡേയ്സ് നമുക്ക് എന്താണ് സയൻസ് ഉണ്ടാകും. അതായത് റിവിഷൻ ചെയ്യാനുള്ള എക്സാം ടൈമിനകത്തുള്ള ആ ഒരു ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ മക്കളും ഈ നിമിഷം പഠിക്കാൻ വേണ്ടി തന്നെ ആരംഭിക്കണം. നിങ്ങളുടെ എക്സാം ഫെബ്രുവരി മാസം 17 ആരംഭിച്ചു കഴിഞ്ഞാൽ ഏകദേശം മാർച്ച് ഫസ്റ്റ് വീക്ക് തന്നെ എക്സാം അവസാനിക്കുന്നതായിരിക്കും. അതായത് ഒരു വിഷയം പഠിക്കാനായിട്ട് നമുക്ക് വളരെ ടൈം ഗ്യാപ്പ് കുറവായിരിക്കും എന്നാണ് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സോ എല്ലാ മക്കളും ഈ നിമിഷം തന്നെ ഓരോ വിഷയം പഠിക്കാൻ വേണ്ടി ആരംഭിക്കണം. ഓരോ സബ്ജക്റ്റും ഏറ്റവും ഗംഭീരമായി നിങ്ങൾ പഠിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 95% മേലെ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുള്ളൂ. ഒരാൾ പോലും രണ്ടാമത്തെ ബോർഡ് എക്സാം ഉണ്ടല്ലോ, സോ അതുകൊണ്ട് ഇപ്പോൾ കൂളായിട്ട് നമുക്ക് വെറുതെ ഇരിക്കാം. ഞാൻ മാർച്ച് മാസത്തിന് ശേഷം 1 മാസം കൊണ്ട് ഗംഭീരമായി പഠിച്ചുകൊണ്ട് സെക്കൻഡ് ബോർഡ് എക്സാമിനകത്ത് ഗംഭീരമായി മാർക്ക് നേടുമെന്ന് ആരും വിചാരിക്കരുത്. അത്തരത്തിൽ ഒരാൾ പോലും പ്ലാൻ ചെയ്യരുത്. കാരണം നമ്മളിപ്പോൾ JEE എക്സാം പരിശോധിക്കുകയാണെങ്കിൽ JEE എക്സാമിന് നമുക്ക് ഇതുപോലെ തന്നെ 2 ഷിഫ്റ്റ് ഉണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് ഷിഫ്റ്റ് ആയിരിക്കും കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് എല്ലാ വർഷം കാണാറ്. അതുപോലെ ആയിരിക്കാം ചിലപ്പോൾ CBSE ബോർഡ് എക്സാം. അതുകൊണ്ട് എല്ലാ മക്കളും ഫസ്റ്റ് ഗോൾ തന്നെ ഫെബ്രുവരി മാസം നടക്കാൻ വേണ്ടി പോകുന്ന എക്സാമിനകത്ത് ഏറ്റവും ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് സെഷനായിട്ട് മാറ്റാൻ വേണ്ടിയുള്ളത്. ഇതിലൊക്കെ ഉപരി നമ്മൾ ഫസ്റ്റ് ബോർഡ് എക്സാം അപ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു പ്രഷർ ഉണ്ടാവുകയില്ല. കാരണം എന്താണ്, രണ്ടാമതൊരു ബോർഡ് എക്സാം ഉണ്ടല്ലോ. അതുകൊണ്ട് കുറച്ചും കൂടി കൂളായിട്ട് നമുക്ക് എന്താണ് എക്സാം അപ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. എക്സാം നമ്മൾ കൂളായിട്ട് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മാർക്ക് എന്താണ് ഉയരാൻ വേണ്ടി അതൊരു കാരണമായിട്ട് മാറുകയും ചെയ്യും. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാനിതാ ഈ കാണുന്ന വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സൈലത്തിന്റെ അസ്ത്ര ബാറ്റിൽ ജോയിൻ ചെയ്ത എല്ലാ മക്കൾക്കും നമ്മുടെ ക്ലാസ്സുകൾ സെക്കൻഡ് ബോർഡ് എക്സാം കഴിയുന്നതുവരെ ലഭിക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് വേണ്ടിയുള്ള കംപ്ലീറ്റ് റിവിഷൻ പ്ലാനുകൾ, നമ്മൾ നവംബർ മാസം ആരംഭിക്കാൻ വേണ്ടി പോകുന്ന ഫസ്റ്റ് ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള റിവിഷൻ ക്ലാസ്സുകളും, അതുപോലെ തന്നെ ഫസ്റ്റ് ബോർഡ് എക്സാമിന് ശേഷം സെക്കൻഡ് ബോർഡ് എക്സാമിന് പോകുമ്പോൾ റിവിഷൻ ക്ലാസ്സുകളും എല്ലാം തന്നെ 100% ഫ്രീ ആയിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്നതായിരിക്കും. സോ അസ്ത്ര ബാച്ച് നിങ്ങൾ ഒരിക്കലും വിദ്യാർത്ഥിയാണെങ്കിൽ ബോർഡ് എക്സാം അവസാനിക്കുന്നവരെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ആരെങ്കിലും അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടി ബാക്കിയുണ്ടെങ്കിൽ എത്ര വേണം തന്നെ 9995400800 എന്ന് പറഞ്ഞ ഫോൺ നമ്പർ വിളിക്കുക. എത്ര വേണം ജോയിൻ ചെയ്യുക. ഗംഭീരമായിട്ട് പഠിക്കാൻ നമുക്ക് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്ക് നേടാം. അതുപോലെ തന്നെ സൈലത്തിന്റെ ദി മോസ്റ്റ് പെർഫെക്റ്റ് ഗൈഡ് നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. സോ എല്ലാ മക്കളും ആ കാണുന്ന ഗൈഡ് പർച്ചേസ് ചെയ്യുക. ആ കാണുന്ന ഗൈഡ് വെച്ചുകൊണ്ട് തന്നെ സൈലത്തിന്റെ ക്ലാസ് കണ്ടുകൊണ്ട് ഏറ്റവും ഗംഭീരമായി പഠിക്കുക, ഫുൾ മാർക്ക് നേടുക. സോ ഗൈസ്, ബൈ. താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് AK from Xylem Learning.